എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾക്ക് അത് ഈസിയായി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് നമ്മൾ ആദ്യം തന്നെ 1 കപ്പ് അരിമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ശകലം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യം ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തത് മല്ലിച്ചപ്പും കറിവേപ്പില കൂടി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം തേങ്ങ ചെരുവി വെച്ചത് ഒരു 2 കൈപ്പിടി അളവിന് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം പാടെ നമ്മൾക്കിതൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾക്ക് ഇതിൽ നന്നായിട്ട് പുട്ടിനൊക്കെ കുഴക്കുന്നത് മാതിരി കുഴച്ചെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ളത് നമ്മളെ ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ആദ്യം തന്നെ ഒരു 5 ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾക്ക് കൈ കൊണ്ടോ ഒരു ഫോർക്ക് കൊണ്ടോ നമ്മൾക്ക് ഇതുപോലെ നന്നായിട്ട് ഉടച്ചതിന് ശേഷം ഈ മാവിലേക്ക് നമ്മൾക്കിത് കൂട്ടി കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും പാടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമ്മൾക്ക് ഇത് ഓരോ ബോളുകളാക്കി നമുക്ക് എത്ര വലുപ്പം അതിനാവശ്യത്തിന് വലുപ്പമാക്കിയിട്ട് നമ്മൾക്ക് ചുട്ടെടുക്കാം. ഞാൻ ഇവിടെ വാഴൻ്റെ ഇലയിലാണ് ചുട്ടെടുക്കുന്നത്. ഒരല്പം വാഴൻ്റെ ഇലയിൽ എണ്ണ തടവിയതിന് ശേഷം നമ്മൾക്ക് ചെറിയ ബോളുകളാക്കി ഇതിൻ്റെ മുകളിൽ വെച്ച് കൈകൊണ്ട് തന്നെ പ്രസ് ചെയ്തിട്ട് നമ്മൾക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഏത് ഷേപ്പ് വേണോ ആ ഷേപ്പിൽ നമ്മൾക്ക് ആവശ്യത്തിന് റെഡിയാക്കി എടുക്കാം. ഇനി നന്നായിട്ട് റൗണ്ട് ഷേപ്പൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഒരു ബോളോ അല്ലെങ്കിൽ ഒരു കുപ്പിയുടെ മൂടിയോ എന്തെങ്കിലും വെച്ചിട്ട് വേണമെങ്കിൽ അതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളുടെ ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഒരല്പം ഓയിൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾക്ക് ഇതുപോലെ നമ്മൾക്ക് കമത്തി ചട്ടിയിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾക്ക് ഇതൊരു പകുതി വേവാകുമ്പോൾ നമ്മുടെ ഇല മാറ്റിയിടാം. ഇല ഒരു പകുതി വേവാകുമ്പോൾ തന്നെ പൊന്തി വരും. അപ്പം നമ്മൾക്ക് മാറ്റിയിട്ടതിന് ശേഷം നമ്മൾക്ക് ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നല്ല ഒരു മീഡിയം ഗോൾഡൻ ബ്രൗൺ ആവുന്ന കളറിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഇത് എടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് ഇതുപോലെ എല്ലാം മുഴുവനായിട്ടും നമ്മൾക്ക് ചുട്ടെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.